നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്ന് 1202 ആണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതുവത്സര ആശംസകൾ നേരുന്നു. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഭിചാരങ്ങൾ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജികൾ നമ്മുടെയൊക്കെ പെട്ടെന്ന് ബാധിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഈ യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നാലും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ദൃഷ്ടി ദോഷം കൊണ്ടായിരുന്നാലും, മറ്റ് എന്തെങ്കിലും ഒരു അസമയത്തോടെ യാത്ര പോകുമ്പോൾ അവിടെ നിന്നായിരുന്നാലും നമുക്ക് നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാം. ആഭിചാര ക്രിയകൾ ബാധിക്കാം, അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ബാധിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കും. ഇത് നമ്മുടെ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അത് കണക്ട് ചെയ്യുന്നത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൽ, നടുവിൻ്റെ ഭാഗത്ത്, നട്ടലിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഓറയിൽ അതൊരു ഒരു എന്താ പറയുക, ഒരു പൈപ്പ് പോലെ കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാത്തൊരവസ്ഥയും, അതേപോലെ തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് ഒരു എന്താ പറയുക, ഒരു ഫലം ഉണ്ടാവത്തില്ല. ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് ഈ ആഭിചാരങ്ങൾ നമ്മളെ ഏറ്റു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാകുന്ന വിഷയങ്ങൾ. അപ്പം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ റിക്കവർ ആവാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആ വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആഭിചാര ക്രിയകൾ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി, നമ്മുടെ ഓറയെ ബാധിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് എങ്ങനെ ക്ലൻസ് ചെയ്യാം, അതാണ് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേപോലെയുള്ള നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് മാറ്റുവാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉപ്പ്, കല്ലുപ്പ്. കല്ലുപ്പിൻ്റെ കൊണ്ട് ഒത്തിരി കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കല്ലുപ്പ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുക മാത്രമല്ല, ഒത്തിരി നല്ല കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പോയിട്ട് വന്ന് നമുക്കൊരു യാത്ര പുറപ്പെട്ടിട്ട് തിരിച്ചെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പിട്ടതിന് ശേഷം കുളിക്കുക. ഈ കല്ലുപ്പിട്ട് എങ്ങനെയാണ് കുളിക്കാറ്? നമുക്ക് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം അതിന് ഒരു പിടി തന്നെ ഇടണം. ആ കൈക്കകത്ത് ഇങ്ങനെ നിറച്ച് ഒരു പിടി കല്ലുപ്പ് അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പറ്റുമെങ്കിൽ ഈശാനുകോൺ, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്, ഇപ്പം ടോയ്ലറ്റിനകത്തായിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ കുളിമുറിക്കകത്ത് നിൽക്കുമ്പോൾ അവിടുന്ന് ഈശാനുകോണിലോട്ട്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്ത് നമ്മൾ തലയിൽ കൂടെ ഒഴിക്കണം. ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ നമ്മൾ പറയുന്നത്, എന്നിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും ഇതോടെ മാറിയിരിക്കുന്നു എന്ന് നമ്മൾ ഉള്ളിനകത്ത് നമ്മൾ സങ്കല്പിക്കണം. അല്ലാതെ വെറുതെ കോരി ഒഴിച്ചാൽ പറ്റില്ല കേട്ടോ. ആ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് നോക്കി നിന്നുകൊണ്ട് അത് കോരി ഒഴിക്കാം. എന്നതിന് ശേഷം നമുക്ക് സോപ്പൊക്കെ തേച്ചതിന് ശേഷം ഷവറിൽ നിന്ന് നമുക്ക് ബാക്കി കുളിക്കാം. അത് അത്യാവശ്യമാണ്. എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കല്ലുപ്പ് കലക്കിയ വെള്ളത്തിൽ കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പറ്റുമെങ്കിൽ ഈ കല്ലുപ്പ് കലക്കുന്ന വെള്ളം അല്പം ചൂടുവെള്ളമായിരുന്നാൽ അതിനകത്തുകൂടെ നമുക്ക് ഈ ആക്സ് ഓയിൽ കിട്ടും. ഈ ഗോൾഡൻ ആക്സ് ഓയിൽ എന്ന് പറയുന്ന പച്ചക്കുപ്പിയിൽ വരുന്ന ആക്സ് ഓയിൽ കിട്ടും. അതും കൂടെ ഒരു 2 തുള്ളി അതിനകത്ത് ഒഴിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്തു നോക്കണം കേട്ടോ. അതായത് ചൂടുവെള്ളത്തിലാണ് ഒരു ബക്കറ്റ് ചൂടുവെള്ളം എടുക്കുക, അതിനകത്ത് കല്ലുപ്പിടുക, ഒരു 2 തുള്ളി ആക്സ് ഓയിൽ കൂടെ അതിനകത്ത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കുളിക്കുക. ഭയങ്കര എന്താ പറയുക, ഒരു നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. വളരെ പവർഫുള്ളാണ് കേട്ടോ അത്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെയ്യണം. നമ്മൾ ഇതേപോലെ വരുന്ന നെഗറ്റീവ് എനർജികളൊക്കെ നമ്മളിൽ നിന്ന് അത് മാറും. അപ്പം അതൊന്ന് ചെയ്യാം. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊന്നും ചെയ്തിട്ട് നമുക്കൊരു അസ്വസ്ഥത, നമുക്ക് പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചെയ്യേണ്ട ഇതാണ്. അത് നമുക്ക് അമാവാസി ദിവസമാണ് നമ്മൾ ചെയ്യാൻ വളരെ നല്ലത്. പക്ഷേ നമ്മുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് എന്നുള്ളത് അത് ചെയ്യാൻ പറ്റും. അപ്പം അതിനകത്ത് ചെയ്യുന്നത്, ഒരു പിടി ഈ വറ്റൽമുളക് എന്ന് പറയുന്നത് ഈ ഉണക്ക മുളകുണ്ടല്ലോ, ചുവന്ന മുളക്, അത് ഒരു പിടി മുളകെടുക്കുക, ഒരു പിടി കല്ലുപ്പെടുക്കുക, കുറച്ച് കടുക് എടുക്കുക. ഇത്രയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യുക. അതായത് കല്ലുപ്പ്, വറ്റൽമുളക്, കടുക് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
നമുക്ക് അത് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. നമുക്ക് അത് ആ ഇതിൽ നിന്ന് ഒരു പിടി എന്ന് വെച്ചാൽ കുറച്ചെടുത്താൽ മതി. എടുത്തതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ ഒഴിയുക. പിന്നെ ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം ഒഴിയുക. ശ്രദ്ധിച്ചോളൂ, ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒഴിയുക, ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ നിൽക്കുന്നതിൻ്റെ തെക്ക് ഭാഗത്ത്, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തെക്ക് ഭാഗത്ത് കുറച്ച് അഗ്നി, ഒരു എന്തെങ്കിലും തൊണ്ടോ ചട്ടയോ എന്തെങ്കിലും ഇട്ടത് കത്തിച്ചതിന് ശേഷം അതിനകത്തോട്ട് അങ്ങ് ഇട്ടേക്കുക. അതായത് മുളകും ഉപ്പും കടുവും കൂടെ ചേർത്തിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ അതൊരു പഴയ ചട്ടിയിലോ എന്തെങ്കിലുമൊക്കെ വെച്ചത് കത്തിക്കുക, എന്നിട്ട് അതിടുക. അങ്ങനെ ഒരു വ്യക്തിക്ക് 3 പ്രാവശ്യമാണ് നമ്മളത് ചെയ്യേണ്ടത്. ഒരു വ്യക്തിക്ക് 3 പ്രാവശ്യം നമ്മൾ ചെയ്യണം. അപ്പം ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒഴിയുക, പിന്നെ ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം ഒഴിയുക. അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറും. ഇത് അമാവാസിയുടെ അന്ന് രാത്രി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഞാൻ എപ്പോഴും അമാവാസിയുടെ തലേ ദിവസം ഞാൻ പറയാറുണ്ട്, ഇന്ന ദിവസം നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് പറയാറുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്തു പോകാം. മൂന്നാമത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉള്ളി എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെള്ളുള്ളി, ആ വെളുത്തുള്ളിയുടെ ഒരു 3 അല്ലി എടുക്കുക. അതിന് ക്ലീനൊന്നും ചെയ്യേണ്ട, അതിനകത്ത് പൊടിയൊക്കെ ഇരുന്നോട്ടെ. ഒരു 3 അല്ലി എടുത്തതിന് ശേഷം ആ വെളുത്തുള്ളിയുടെ അല്ലിയും സാധാ ഉള്ളി, സാധാ ചുവന്ന ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, വലിയ ഉള്ളിയിലെ ചെറിയ ഉള്ളി, ആ ചുവന്ന ഉള്ളി കൂടെ എടുത്തിട്ട് ഇതിനെ ഒന്നുകിൽ ഒരു ലാവലയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു ചെമ്പരത്തി ഇലയ്ക്കകത്തോ വെച്ച് പൊതിഞ്ഞുകൊണ്ട് ഇതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യവും ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യവും ഒഴിഞ്ഞ് അതും അഗ്നിയിലിട്ട് കത്തിച്ചെറിഞ്ഞേക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഈ മൂന്നാമത്തെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പോൾ ഈ ആഭിചാരക്രിയകൾ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തു, ഇപ്പം ഞാനിങ്ങനെ ഒന്ന് എന്നെ ക്ലൻസ് ചെയ്തു, ഇനി അത് ബാധിക്കത്തില്ല എന്ന പറഞ്ഞിട്ടൊന്നും ഇരിക്കരുത്. കാരണം ഇത് ആഴ്ചയിലൊരിക്കയോ മാസത്തിലൊരിക്കയോ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമുക്ക് ഈ സാധാരണ ഹ്യൂമൻ ബോഡിയിൽ ഇപ്പോഴും നെഗറ്റീവ് എനർജി ബാധിച്ചുകൊണ്ടേയിരിക്കും. ആ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്കത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.